രണ്ട് അറസ്റ്റുകളും അത് നൽകുന്ന സന്ദേശവും കേരളം ചർച്ച ചെയ്ത ദിവസങ്ങളാണ് കടന്നുപോയത്. പല കേസുകളിൽ പ്രതിയായ പോലീസിനെ വെല്ലുവിളിച്ച ഗുണ്ട അർജുൻ ആയങ്കിയും ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ ബിജെപി ബൌദ്ധിക സെൽ കൺവീനറായിരുന്ന TG മോഹൻദാസും അറസ്റ്റിലായി. ഗുണ്ടകൾക്കും വിദ്വേഷ പ്രചാരകർക്കുമുള്ള മുന്നറിയിപ്പായിരുന്നു ഈ രണ്ട് അറസ്റ്റുകളും. ഇത്തരക്കാരെ പൂട്ടുമെന്ന സന്ദേശം ജനങ്ങൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നതായിരുന്നു. ആയങ്കിമാരെ ചോറൂട്ടി വളർത്തിയവർക്കും ഉള്ള മുന്നറിയിപ്പായിരുന്നു ഈ അറസ്റ്റ്. എന്നാൽ ഒളിവിലായിരുന്ന അർജുൻ ആയങ്കിയെ പിടികൂടാൻ എന്ന പേരിലെത്തിയ പോലീസ് അർദ്ധരാത്രി ബലം പ്രയോഗത്തിലൂടെ വീടുകളിൽ കയറിക്കൂടി അതിക്രമം കാട്ടിയെന്ന പരാതി മല്ലപ്പള്ളിയിൽ നിന്നുയർന്നു. ഇന്ന് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുമ്പോൾ ഗുണ്ടാ നേതാവിന്റെ നിലവാരത്തിലേക്ക് CPM നേതാവ് താഴുന്നതാണ് കണ്ടത്. പോലീസിന് നേരെ ഭീഷണി പ്രസംഗവും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും നടത്തിയ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു പോലീസിനെ ആയങ്കിയുടെ ഭാഷയിൽ വിരട്ടുന്നു. ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് നേതാക്കൾ മാറുമ്പോൾ ഉദയഭാനുവിന്റെ ഭാഷയെയും ഭീഷണിയെയും നേതൃത്വം തിരുത്തുമോ എന്നതാണ് അറിയേണ്ടത്. ഒളിവിലായിരുന്ന അർജുൻ ആയങ്കിയെ പിടികൂടാൻ എന്ന പേരിലെത്തിയ പോലീസ് അർദ്ധരാത്രി ബലപ്രയോഗത്തിലൂടെ വീടുകളിൽ കയറി അതിക്രമം കാട്ടി എന്നതാണ് മല്ലപ്പള്ളിയിലെ പരാതി. മല്ലപ്പള്ളി കാട്ടാമലയിലാണ് ഈ സംഭവം ഉണ്ടായത്. CPM മല്ലപ്പള്ളി ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി നിതിൻ കുമാറിന്റെ വീട്ടിലും മറ്റു പ്രവർത്തകരുടെ വീടുകളിലുമാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ പോലീസ് റെയ്ഡിനെത്തിയതെന്ന ആരോപണമാണ് ഉയർന്നത്. ശനിയാഴ്ച രാത്രി 10-ന് ശേഷം SHOയുടെ നേതൃത്വത്തിൽ കാട്ടാമലയിലെത്തിയ പോലീസ് സംഘം വിവരങ്ങൾ ശേഖരിച്ചു മടങ്ങിയിരുന്നു. പിന്നീട് അർദ്ധരാത്രിയോടെയാണ് 60-ലധികം പോലീസുകാർ പ്രദേശത്തെത്തിയതും വീടുകളിൽ അതിക്രമിച്ചു കടന്നതും. പോലീസ് അതിക്രമം ചോദ്യം ചെയ്ത CPM നേതാക്കളോട് അർജുൻ ആയങ്കിയെ പ്രദേശത്ത് ഒളിപ്പിച്ചിട്ടുള്ളതായി രഹസ്യ വിവരം ലഭിച്ചു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ബലപ്രയോഗത്തിലൂടെ പോലീസ് റെയ്ഡ് തുടർന്നു. വൃദ്ധരായ സ്ത്രീകളും കുട്ടികളുമുള്ള വീടുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പോലീസ് നടത്തിയ അതിക്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായത്. അവരുടെ പ്രതികരണമൊന്നും കാണാം. അവിടെ എന്താ മോനും മരുമോളും കിടക്കുന്നത് കൊച്ചു മല്ലപ്പള്ളിക്കടുത്ത് ഈ 60ഓളം വീടുകളുള്ള ഈ പ്രദേശത്ത് പോലീസ് നടത്തിയത് നരനായാട്ടാണ്. അർജുൻ ആയങ്കി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ നരനായാട്ട് പോലീസ് സംഘടിപ്പിച്ചത്. സത്യത്തിൽ അർജുൻ ആയങ്കി 9 മണിയോടുകൂടി തന്നെ എവിടെയുണ്ടെന്ന് പോലീസ് ലൊക്കേറ്റ് ചെയ്തതാണ് ഇന്നലെ രാത്രി. ഇവിടെ നടന്ന് അതിനുശേഷം രാത്രി 11:30-ക്ക് ശേഷമാണ് പോലീസ് ഇവിടെ എത്തിയത്. ആദ്യം ഒരു പോലീസ് വാഹനം വരുന്നു, പിന്നീട് 8 പോലീസ് വാഹനങ്ങളിലായിട്ടാണ് 60ഓളം പോലീസുകാർ ഇവിടെ വരുന്നത്. ഇവിടെ പോലീസിന്റെ റെയ്ഡ് ഷൂട്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് പോലീസ് റെയ്ഡ് നിർത്തിയത്. CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതിന്റെ വീടാണ് ആദ്യം റെയ്ഡ് ചെയ്തത്. അപ്പോൾ അത് രാഷ്ട്രീയ പകപോക്കലാണ്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. SFIയുടെ ഏരിയ പ്രസിഡന്റ് രാഹുലിന്റെ വീടാണ് രണ്ടാമത് റെയ്ഡ് ചെയ്തത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളാണ്. അവിടെ വീടിന് കതകിന്റെ ജനലില്ല. അവിടെ തെരച്ച് യാതൊരു അനുവാദവും ഇല്ലാതാണ് എരച്ച് കയറിയിരിക്കുന്നത്. തൊട്ടിപ്പുറത്തെ തങ്കമണിയുടെ വീട് ചവിട്ടിപ്പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്. ശുദ്ധ ക്രിമിനൽ നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു ക്രിമിനൽ സംഘത്തിനും ഗുണ്ടാ സംഘം പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവിടെ പോലീസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിയമം നോക്കാൻ ആളില്ലേ? നിയമം സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ഇവിടെ നിയമലംഘനം നടത്തിയിരിക്കുകയാണ്. കുട്ടികൾ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ 60ഓളം വീടുകൾ, ആ വീടുകളിൽ മുഴുവൻ ഇന്നലെ രാത്രി അവിടെ ഒരു തങ്കമണി ആവർത്തിക്കാനുള്ള സമീപനമാണ് പോലീസ് ഇവിടെ ആസൂത്രണം ചെയ്ത് വന്നത്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അതുകൊണ്ട് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കർശനമായ നിയമ നടപടിക്ക് വിധേയമാക്കണം. നിയമ നടപടി വേണമെന്നതായിരുന്നു CPM ഈ വിഷയത്തിൽ ഉയർത്തിയ ആവശ്യം. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. എന്തായാലും കണ്ണൂർ രജിസ്ട്രേഷനിലുള്ള ഒരു കാർ അവിടെ കണ്ടു എന്നതായിരുന്നു ഈ പരിശോധനയ്ക്ക് അടിസ്ഥാനമായി പോലീസ് പറഞ്ഞ കാരണം. മല്ലപ്പള്ളിയിൽ പരിശോധന നടന്ന 1 മണിക്കൂറിന് ശേഷം കണ്ണൂർ നഗരത്തിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അർജുൻ ആയങ്കി പിടിയിലാകുകയും ചെയ്തു.
ഇതിൽ വ്യാപക പ്രതിഷേധം പിന്നീടുണ്ടാവുകയായിരുന്നു. അപ്പോൾ ഈ പോലീസിന്റെ റഡാറിൽ അർജുൻ ആയങ്കി എത്തിയതിനു ശേഷമാണ് ഇവിടെ ഈ പരിശോധന നടന്നത്. നേരത്തെ രാജു എബ്രഹാം സൂചിപ്പിച്ചതുപോലെ പോലീസിന് തന്നെ വിവരമുണ്ടായിരുന്നു അർജുൻ ആയങ്കി ഇവിടെ ഇല്ല എന്ന്. എന്നിട്ട് ഈ പരിശോധന നടന്നു എന്നതാണ് CPM ഉന്നയിക്കുന്ന ആരോപണം. അതിക്രമത്തിനിരയായവരുടെ വീടുകളിൽ CPM ജില്ലാ സെക്രട്ടറി എത്തുകയും അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ട് ഈ പ്രതികരണം നടത്തുകയും ഒക്കെ ചെയ്തത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം വീണ്ടും ഉയർന്നു. പോലീസ് സ്റ്റേഷൻ മാർച്ച് CPMന്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ നടന്നു. അതിലാണ് ആ മാർച്ചിൽ സംസാരിച്ചുകൊണ്ടാണ് പോലീസിന് നേരെ ഭീഷണി പ്രസംഗവുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു സംസാരിച്ചത്. പോലീസുകാർക്കും വീടുകളുണ്ടെന്നും അവിടെ ഞങ്ങളും കയറുമെന്നാണ് ഭീഷണി മുഴക്കിയത്. കാട്ടാമലയിലെ വീടുകളിൽ കയറിയ പോലീസുകാരെ തങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് ഉദയഭാനു പറഞ്ഞു. അതിനുശേഷമാണ് ഈ ഭീഷണി ഉയർത്തുന്നത്. ഇവിടെ പാവപ്പെട്ടവർ ജോലി ചെയ്തിട്ട് ജീവിക്കണ്ടേ? അവർ ഉറങ്ങണ്ടേ? രാത്രി ചെന്ന് കയറിയിരിക്കുമോ വീട്ടിനകത്ത്? നിങ്ങളുടെയൊക്കെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. അത് അവിടെയൊക്കെ അത്തരം രീതിയിലേക്ക് ഞങ്ങളെ ചിന്തിപ്പിക്കരുത്. കയറിയന്മാരെയൊക്കെ ഞങ്ങളെ നോക്കി വെച്ചിട്ടുണ്ട്. ഈ പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറിയന്മാരെ അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മാറുമെന്നുള്ള കാര്യം നിങ്ങളെ ആരും സംരക്ഷിക്കാൻ കാണത്തില്ല. ആ രീതിയിലൊക്കെ മാറുമെന്ന് ചിന്തിച്ച് മര്യാദയ്ക്ക് പോലീസ് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ ഒരടി പോലും നിങ്ങളെ വിടില്ല. സൗരാജ് പറഞ്ഞതുപോലെ ഞങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല. ഞങ്ങൾ അകത്തേക്ക് കയറും. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഞങ്ങളെ ചിന്തിപ്പിക്കാതെ മര്യാദയ്ക്ക് ഇവിടെ പോലീസുകാർ പ്രവർത്തിക്കണം. കോൺഗ്രസ്സുകാരായിട്ടുള്ള എരപ്പാളികൾ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് അവരുടെ കുടിലുകളിൽ കയറാൻ നിങ്ങൾ നിർദ്ദേശം കൊടുക്കുകയാണ്. എടാ അവിടെ കണ്ട് കണ്ണൂരെങ്ങാണ്ട് ആരാണ്ട് എന്തോ കേസുണ്ടെന്ന് വെച്ചാൽ അവിടെ പോരെ. ഇവിടെ ഈ പാവം അത് തന്നെയല്ല. ഒരു മുറി 1-2 മുറി ഉള്ളിടത്താണ് ഇവർ. ഈ സാമാന്യ ബുദ്ധി എന്ന് പറഞ്ഞതില്ലേ, ഒരാളെ ഒളിവിലിരുത്തണമെങ്കിൽ അതിന് സേഫ്റ്റിയായ വീട് വേണ്ടേ? ഇതൊരു ആ പാടെ ഒരു അടുക്കളയും ഒരു മുറിയോ ഈ മുറിക്കകത്ത് എങ്ങനെയാണ് ആളിനെ ഒളിവിലിരുത്താൻ കഴിയും? ഇത്രയും ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യന്മാരായ ആളുകളാണോ പോലീസ്? ഇപ്പോ എത്ര മോശമായ പരാമർശങ്ങളാണ് CPMന്റെ സംസ്ഥാന നേതാവിൽ നിന്ന് ഉണ്ടായതെന്ന് നോക്കൂ. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പ്രസ്താവനയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ അവരിൽ ഒരാളുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായാലോ അത് നിയമപരമായി നേരിടാം. അങ്ങനെയിരിക്കെ വീട്ടിൽ കയറുമെന്നും അവിടെ സ്ത്രീകളുണ്ട് എന്ന് പറയുന്നതും അങ്ങേയറ്റം മോശമായ പരാമർശങ്ങളാണ്. സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ കൂടിയാണ്. അത് കേട്ട് കൈയടിക്കുന്ന പ്രവർത്തകർ, ഒപ്പം ചിരിച്ചു നിൽക്കുന്ന ജില്ലാ സെക്രട്ടറിയും ആ വീഴ്ചയ്ക്ക് കൂട്ടുനിൽക്കുക കൂടിയാണ് ചെയ്യുന്നത്. സ്വർണ്ണ കവർച്ചയടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അർജുൻ ആയങ്കി. മെയ് മാസത്തിൽ അർജുൻ ആയങ്കിയും മറ്റ് 9 പേരെയും കോതമംഗലത്ത് ആഡംബര റിസോർട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. റിസോർട്ടിൽ പാർട്ടി നടത്തി കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ആയങ്കിയും സംഘവും പിടിയിലായതെന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അർജുൻ ആയങ്കി കോതമംഗലം CIക്കെതിരെ ഫേസ്ബുക്ക് കുറിപ്പ് വഴി പരസ്യ ഭീഷണിയും അധിക്ഷേപവും നടത്തിയത്. സമാധാനപരമായി പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ പോസ്റ്റ്. തുടർന്ന് പോലീസ് കേസെടുത്ത് ഊന്നുകൽ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഊന്നുകൽ പോലീസിന് നേരെയും പുതിയ ഭീഷണിയും വെല്ലുവിളിയും നടത്തി അർജുൻ ആയങ്കി. ഹൈക്കോടതി ജാമ്യം തള്ളിയപ്പോൾ കീഴടങ്ങാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അല്ലാതെ പിടിച്ചേ മതിയാവൂ എങ്കിൽ പിടിക്ക്, ഇനി ജാമ്യം എടുത്തിട്ടേ വരൂ എന്നും പറ്റുമെങ്കിൽ പിടിക്കാനുമൊക്കെ അർജുൻ ആയങ്കി വെല്ലുവിളിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് പ്രഖ്യാപിക്കുകയും വ്യാപക തെരച്ചിലിനൊടുവിൽ ആയങ്കിയെ കണ്ണൂരിൽ അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് പോലീസ് പൊക്കുകയും ചെയ്തത്. ഇതിൽ പോലീസ് നടപടിയിൽ വിയോജിപ്പുകളോ പ്രതിഷേധങ്ങളോ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാം. അങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനമാണ് അവിടെ പത്തനംതിട്ടയിൽ നടന്നത്. നിയമപരമായി നടപടി എടുക്കാം. അതിനുമപ്പുറം ഗുണ്ടാ നേതാവിന്റെ വാക്കുകൾ കടമെടുത്ത് പോലീസിനെ വിരട്ടുന്നത് നിലവാര തകർച്ചയാണ്. അർജുൻ ആയങ്കി ഉപയോഗിച്ചതിനേക്കാൾ മോശം പരാമർശമാണ് CPMന്റെ സംസ്ഥാന നേതാവ് ഇപ്പോൾ പോലീസിനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഉദയഭാനുവിന്റെ ഭാഗത്തു നിന്ന് വിവാദ പരാമർശങ്ങൾ. വന്യജീവികൾ നാട്ടിലിറങ്ങിയാൽ വെടിവെച്ച് കൊല്ലും. അതിന് നിയമത്തിന്റെ നൂലാമാലകൾ കാണിച്ച് ആരും ഭയപ്പെടുത്തേണ്ട. വന്യമൃഗങ്ങളെ ജനങ്ങളെ ഉപദ്രവിക്കുമ്പോൾ നിയമം പറഞ്ഞു വരുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ജനങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യും എന്നതായിരുന്നു അന്നത്തെ പരസ്യമായ ഭീഷണി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിലും
ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും മോശവും ആയിട്ടുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. KP ഉദയഭാനുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം വിവാദ പ്രസ്താവനകൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാന്യതയ്ക്ക് നിരക്കാത്തതാണ്. ക്രമസമാധാന പാലനം നടത്തുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. എന്താണ് ഈ വിഷയത്തിലെ CPM നിലപാട്? പാർട്ടി തിരുത്തുമോ ഉദയഭാനുവിനെ എന്നതാണ് ഇനി അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.